ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എക്സാമിങ് ഓടി എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നിതാ നമ്മുടെ +2 അക്കൗണ്ടൻസിയിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എടുത്ത് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇതാ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കുക, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സോ വേഗം 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 എല്ലാവരും എന്ത് ചെയ്യുക, വേഗം നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്തു വരാം. നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിന്ന് വേഗം 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 ആൻസേഴ്സ് ചെയ്തു പോവാ കേട്ടോ. എടാ, അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതാ നോക്കട്ടെ, നിങ്ങളുടെ പവർ ഒന്ന് കാണിക്കാൻ എല്ലാവരും കുറച്ച് ഫയർ ഒക്കെ ഇട്ടൊന്ന് ഓൺ ആക്കിയ നമ്മുടെ ചാറ്റ് ബോക്സ് വേഗം ആയിക്കോട്ടെ കേട്ടോ. എടാ, അപ്പോൾ ഫയർ ഇടുന്നതോടൊപ്പം തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾ കൃത്യമായിട്ട് ABC ആണെങ്കിൽ അത് പ്രോബ്ലം ആണെങ്കിൽ ചെയ്ത് കാണിക്കുക, ആൻസർ കൃത്യമായിട്ട് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ എല്ലാവരും? യെസ്, ദ ഫയർ ഒക്കെ വരുന്നുണ്ട്, ഓൺ ആണ് എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് തുടങ്ങുന്നത്. നമുക്കറിയാം 7 ചാപ്റ്റർ ആണല്ലേ +2 പഠിക്കാനുള്ളത്. അതിൽ 6 ചാപ്റ്റേഴ്സ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനുണ്ട്. സോ എല്ലാവരും ഓൾമോസ്റ്റ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മിസ്സിന് ഓക്കെ ആണ്, സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, വേഗം ആയിക്കോട്ടെ. യെസ്, നോക്ക, ദ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂൾ ഇൻ ദ ലിബർ ഓഫീസ് കാൽക് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മക്കളെ, ഇത് നമ്മുടെ തൊട്ടു മുന്നത്തെ വർഷം 2025 മാർച്ചിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ ഇവിടെ ഈ ലോൺ റീപേയ്മെന്റ് എന്ന് പറയുന്ന ഈ വേർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ചോ. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലോൺ റീപേയ്മെന്റ്. ലോൺ റീപേയ്മെന്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസേഴ്സ് വരുന്നുണ്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ. യെസ്, നോക്കാം. ഫസ്റ്റ് ആൻസർ വരുന്നത് PMT ആണല്ലേ. PMT ഫംഗ്ഷൻ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാണ്. ഒന്ന്, ലോൺ റീപേയ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് ഫംഗ്ഷൻസ് എന്നുള്ളത് കേട്ടോ. ഓരോ ഫംഗ്ഷൻസും നമ്മൾ പല ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സബ് ഫംഗ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫംഗ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലോൺ റീപേയ്മെന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പക്ക സെറ്റ് അല്ലേ? യെസ്, അടുത്ത് നോക്കിക്കോടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് എ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ ജിനോ കാട്ട. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ജിനോ കാട്ട. അപ്പൊ ജിനോ കാട്ടയിൽ നിന്ന് റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്. താഴെ തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്യാഷ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 4 എണ്ണത്തില് ഏതാണ് സിസ്റ്റം ജനറേറ്റഡ് അല്ലാത്തത്? നോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വേർഡ് ഒന്ന് നോട്ട് ചെയ്യാൻ. നോട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഏതാണെന്നായിരിക്കാം ചോദിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ക്യാഷ് ആണ് കേട്ടോ. ക്യാഷ് ആണ് നോട്ട് എ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കടാ. ഡാറ്റ വിൽ ബി സേവ്ഡ് ഇൻ എൻക്രിപ്റ്റഡ് ഫോം ടു എൻഷുർ ഇറ്റ് സെക്യൂരിറ്റി. ഇതൊരു ഡബിൾ കോട്ട്സിൽ തന്നിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. ഈ സെന്റൻസിൽ നിന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നെയിം ദ സെക്യൂരിറ്റി ഫീച്ചർ ഓഫ് CAS റെഫേർഡ് ഇൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് സെക്യൂരിറ്റി ഫീച്ചർ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഏതാണത്? ഡാറ്റ വോൾട്ട് ആണ് അല്ലേ? ഏതാണ്? ഡാറ്റ വോൾട്ട് ആണ്. മക്കളെ, നമ്മുടെ CASന്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്കറിയാം. ഒരു 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, 4 സെക്യൂരിറ്റി ഫീച്ചേഴ്സോളം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, എക്സാമിന് ചോദിക്കുന്നതാണ്. സോ CASന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ അല്ലേ? യെസ്, നോക്കിക്കേടാ. അടുത്ത് നോക്കിക്കേ. ദ റിസൾട്ട് ഓഫ് ദ ഫംഗ്ഷൻ ഈക്വൽ റൗണ്ട് അപ്പ്. നോക്കിക്കേ, ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നോക്കാം എന്താ പറയുന്നത്? 2349.9876 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വിൽ ബി ഡാഷ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ റൗണ്ട് അപ്പ് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് റൗണ്ട് അപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്ന ആൻസർ? ഇതും നമ്മുടെ തൊട്ടു മുന്നത്തെ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് 2400 ആണ് കേട്ടോ. എത്രയാണ്? 2400 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ മക്കളെ? യെസ്. അപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ഫംഗ്ഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 100% ഷുവർ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്
ഫംഗ്ഷൻസ് എക്സാമിന് ചോദിച്ചിരിക്കും. CASന്റെ ക്വസ്റ്റ്യനിൽ നിന്ന് അല്ലെങ്കിൽ CASന്റെ ചാപ്റ്ററിൽ നിന്ന് CASന്റെ ചാപ്റ്റേഴ്സിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് അവൈലബിൾ ഇൻ LibreOffice Calc. LibreOffice Calcൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫംഗ്ഷൻസ് again repeating most important question ആണ്. നോക്കുക, ടെക്സ്റ്റ് ഫംഗ്ഷൻ നമുക്ക് പറയാം, കോൺകാറ്റനേറ്റ് പറയാം അല്ലെ. ഇതിന്റെ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ നോക്കിയാക്കണം. 2 മാർക്കിന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. ഓരോ ഫംഗ്ഷൻസും അതിന്റെ എക്സ്പ്ലനേഷനും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതും കൂടി പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. യെസ്, അടുത്ത് നോക്കിക്കടാ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ദ ചാർട്ട്സ് ഇൻ LibreOffice Calc. നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ചാർട്ടിന്റെ ചാപ്റ്റർ അല്ലേ. സോ അതിൽ നിന്ന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കുക, ചാർട്ടിന്റെ സ്റ്റെപ്പ്, അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ, ആഡ് ചെയ്യാൻ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പ്രോസസ്സിന്റെയും സ്റ്റെപ്സ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓൾമോസ്റ്റ് ഇപ്പോൾ ലാബ് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഓരോന്നും സ്റ്റെപ്പ് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ആ സ്റ്റെപ്പ് മാറിപ്പോവാതെ കൃത്യമായിട്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, സ്റ്റെപ്പ് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻസേർട്ട് എടുക്കുക, ചാർട്ട്, അതിൽ വിസാർഡ് ഉണ്ട്, ഏത് ചാർട്ടാണോ നമുക്ക് വേണ്ടത് ആ ടൈപ്പ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പ്രോസസ്സിന്റെയും സ്റ്റെപ്പ് നോക്കിയാക്കണം, ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അടുത്ത് നോക്കുക. സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആൻഡ് ഗ്രാഫ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. സെയിം റിപ്പീറ്റഡ് 2025 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 അഡ്വാൻറ്റേജസ്, ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ചാർട്ട് ആൻഡ് ഗ്രാഫിന്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ്. നമുക്കറിയാം ചാർട്ട് ആൻഡ് ഗ്രാഫിന്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നോക്കുക, നമ്പർ 1, ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ദ വിഷ്വൽ അപ്പീൽ. എന്താ പറയുന്നത്? വിഷ്വൽ അപ്പീൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈസി ടു റീഡ് ദ ഡാറ്റ, വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഹെൽപ്സ് ടു അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ്, വെരി ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്യുക. Analyze and interpret the data quickly, then to know the trends easily, very easily trends അറിയാനായിട്ട് നമ്മളെ എന്ത് സഹായിക്കും എന്നുള്ളതാണ്. ഡാറ്റാസും അതേപോലെ ചാർട്ടും ഗ്രാഫിന്റെയും അഡ്വാൻറ്റേജസിൽ വരുന്ന കാര്യങ്ങളാണ് സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻറ്റേജസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പഠിക്കുക. ഓക്കെ, യെസ്, അടുത്ത ദിവസം നോക്കിക്കേ. സ്പെസിഫൈ ദ അക്കൗണ്ട് ഗ്രൂപ്പ്സ് സ്യൂട്ടബിൾ ഫോർ ദ ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജിനുകാട്ട. ഓക്കെ മക്കളെ, നമ്മുടെ ജിനുകാട്ട എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്, അതായത് നമുക്ക് 100% ഷുവർ പറയാൻ പറ്റുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ജിനുകാട്ടയിലെ ഈ ഒരു ടോപ്പിക്ക്. യെസ് എടാ, അപ്പം നമ്മുടെ 5th മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാനുവരി 1 കൂടി നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരോടും വേഗം തന്നെ ജോയിൻ ചെയ്ത് അഡ്മിഷൻ സേഫ് ആക്കാൻ പറയാം കേട്ടോ. ഓക്കെ, യെസ്, അപ്പോൾ നോക്കിക്കേടാ. സ്പെസിഫൈ ദ അക്കൗണ്ടിംഗ് ഗ്രൂപ്പ് സ്യൂട്ടബിൾ ഫോർ ദ ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജിനുകാട്ട. ഇവിടെ ABCD എന്ന് പറഞ്ഞ് പർച്ചേസ്, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, സൺട്രി ഡെപ്റ്റേഴ്സ് കേട്ടോ, 4 ഐറ്റം തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ +1 അക്കൗണ്ടൻസിയിൽ നമ്മൾ ഈ ഓരോ ഐറ്റംസും ഏതാണ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് മോസ്റ്റ്ലി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നുണ്ട് ഇതേ പാറ്റേണിൽ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കോളൂ. പർച്ചേസ് എന്താണ്, ദെൻ ഡിപ്രീസിയേഷൻ എന്താണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്. നോക്കാം. പർച്ചേസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലേ. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിച്ചിരുന്നത്. ഡെബിറ്റ് സൈഡിൽ ഇറ്റ്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. സോ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലേ. എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്പനിക്ക് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഡയറക്റ്റ് ഇൻകം ആണല്ലേ, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഫൈനലി സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളത് കറണ്ട് അസറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ടേംസ് തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെഡ്ജർ അക്കൗണ്ട്സ് കണ്ടോ, ഐഡന്റിഫൈ, സ്പെസിഫൈ ദ അക്കൗണ്ടിംഗ് ഗ്രൂപ്പ്സ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഈ താഴെ പറയുന്ന ഓരോ ലെഡ്ജർ അക്കൗണ്ട്സിന്റെയും അക്കൗണ്ടിംഗ് ഗ്രൂപ്പ്സ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കാടാ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി ടൈപ്സ് ഓഫ് കോഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ CAS. CASൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് 100% ഷുവർ ഞാൻ പറയും. കാരണം
ടൈപ്സ് ഓഫ് കോഡ്സ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നോക്കാം ഏതൊക്കെയാണ്. സീക്വൻഷ്യൽ കോഡ്. എന്താ സീക്വൻഷ്യൽ കോഡിൽ പറയുന്നത്? നമ്പേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് ആർ അസൈൻഡ് ഇൻ എ കോൺസിക്യൂട്ടീവ് ഓർഡർ. ദെൻ ബ്ലോക്ക് കോഡ്സ്. നോക്കാം എ റേഞ്ച് ഓഫ് നമ്പേഴ്സ്. ഒരു റേഞ്ച് അല്ലേ, നമ്മൾ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ് എങ്ങനെയാണ് റേഞ്ച് ഓഫ് നമ്പേഴ്സ് വരുന്നതും അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ ബ്ലോക്ക് കോഡ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നിമോണിക് കോഡ്സ്, ആൽഫബറ്റ്സ് ഓർ അബ്രീവിയേഷൻസ്. എന്താണ്? ആൽഫബറ്റ്സ് അല്ലെങ്കിൽ അബ്രീവിയേഷൻസ് ആണ് നമുക്ക് നിമോണിക്കിൽ വരുന്ന. ഫോർ എക്സാമ്പിൾ KL ഫോർ കേരള, നമ്മൾ ഓരോന്നും പറയും അല്ലെ, KL. അതേപോലെ തന്നെ കർണാടക, തമിഴ്നാട്, ഓരോന്നിനും ഓരോരോ കോഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് നിമോണിക് കോഡ്സ് എന്നുള്ളതാണ്. ഇവിടെ 3 ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡ്സ് ഉറപ്പായിട്ടും പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. സോ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാടാ. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ഡാറ്റ എൻട്രി ഓപ്ഷൻസ് അവൈലബിൾ ഇൻ LibreOffice Calc to ഇൻപുട്ട് ഡാറ്റ ഇൻ ടു എ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ള ഡിഫറെന്റ് വേരിയസ് ഡാറ്റ എൻട്രി ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ആൻഡ് ഫോർമുല. ഫംഗ്ഷനും ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസസും എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. Yes, നോക്ക. The various data entry options available to input data into a worksheet. Number 1 എന്താണ്? Direct data entry. എന്ത് ചെയ്യുക? നേരിട്ട് ഡാറ്റ എൻട്രി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. 2 ഡാറ്റ ഫിൽ ഓപ്ഷൻ. നമുക്ക് ഡാറ്റ ഫിൽ എന്നുള്ള ഓപ്ഷനിലൂടെ പ്രൊവൈഡ് ചെയ്യാം. തേർഡ് വൺ ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ സോഴ്സസ്. മറ്റ് സോഴ്സസിൽ നിന്ന് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ 3 ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഫങ്ഷൻസ് ഇസ് ഡിസൈൻഡ് ബൈ ദ സോഫ്റ്റ്വെയർ ബട്ട് ഫോർമുല ഇസ് യൂസർ ഡിസൈൻഡ് അല്ലേ. ഫോർമുലാസ് എല്ലാം യൂസർ ഡിസൈൻഡും ഫങ്ഷൻസ് എല്ലാം ആര് ഡിഫൈൻ ചെയ്യുന്നതാണ്? ഡിസൈൻ ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ ആണ്. സോ ഈ 2 കീവേഡ്സ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. സോഫ്റ്റ്വെയറും യൂസറും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, നോക്കിക്കേ, സെയിം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജിനു കാട്ടിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് എന്ന് പറഞ്ഞു അല്ലേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് പെർ ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഹിൻസ് നോക്കിക്കടാ. ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. എന്താണ് അക്കൗണ്ട്സ് വരുന്നത്? ബാങ്ക് അക്കൗണ്ടും വരും, ക്യാഷ് അക്കൗണ്ടും വരും. ഏതാണ് വൗച്ചർ ടൈപ്പ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒക്കെ ടൈമിൽ. എന്താണ്? കോൺട്രാ എൻട്രീസ് അല്ലെ, കോൺട്രാ എൻട്രീസ് അല്ലെ. ദെൻ അതിന്റെ ഫംഗ്ഷൻ കീ എന്താണ്? F8 ആണ് വരുന്ന ഫംഗ്ഷൻ കീ. എങ്കിൽ വേഗം ഇതൊക്കെ ഒന്ന് പറഞ്ഞേ. വേജസ് പെയ്ഡ് ബൈ ചെക്ക്. ചെക്ക് ത്രൂ ആണ് വേജസ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ വൗച്ചർ പേയ്മെന്റ് ആണ്. ഫംഗ്ഷൻ കീയും ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ യെസ് ഏതാണെന്നുള്ളതാണ്. വേജസ് പെയ്ഡ് ബൈ ചെക്ക് ആണെങ്കിൽ നമുക്ക് വരുന്നത് ബാങ്ക് ആണല്ലേ വരുന്നത്. ഏതാണ്? ബാങ്ക് ആണ് വരുന്നത്. ഫംഗ്ഷൻ കീ വരുന്നത് F5 ആണ് കേട്ടോ. F5 ഫംഗ്ഷൻ കീ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വെരി ഇമ്പോർട്ടന്റ്. ഫംഗ്ഷൻ കീസ് ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ്. 1 മാർക്കിന്റെയും 2 മാർക്കിന്റെ ആയിട്ടും ഓരോ ഫംഗ്ഷൻ കീ സെപ്പറേറ്റ് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. സെയിം അതേപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷൻസ് എന്നിട്ടും ഏത് വൗച്ചർ ആണ്, ഏത് ഫംഗ്ഷൻ ആണ് ചോദിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. മാർക്ക് ചെയ്ത് വെച്ചോളൂ. ദെൻ അടുത്ത് നോക്കിക്കോളൂ. സി, നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫർണിച്ചറും ഹാരിസ് ട്രേഡറും ആണ് വരുന്നത്. എന്തായിരിക്കും അപ്പോൾ? ഫർണിച്ചറും ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ പേരും തന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് സംതിങ്, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ ആണ് വരുന്നത്. നോക്കുക, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം ഹാരിസ് ട്രേഡേഴ്സ് എന്നുള്ളതാണ് എൻട്രി വരുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ ഏത് വൗച്ചറിലാണ് കാണിക്കുന്നത്? ജേണൽ പ്രോപ്പറിലാണ് അല്ലേ. ജേണൽ പ്രോപ്പറിലാണ്. ഫംഗ്ഷൻ കീ വരുന്നത് F9 ആണ് കേട്ടോ. ഏതാണ്? F9 ആണ്. അടുത്ത് നോക്കാടാ. സോൾഡ് ഗുഡ്സ് ടു ബിനു. ബിനുവിന് ഗുഡ്സ് വിറ്റു എന്ന് പറയുമ്പോൾ ബിനുവിന് വിറ്റു. ഓൾറെഡി ബിനു അക്കൗണ്ട് വരും. ദെൻ മറ്റൊരെണ്ണം സെയിൽസ് ആണ്. യെസ് സെയിൽസ് ആണ് വരുന്നത്. സെയിൽസിന്റെ വൗച്ചർ ടൈപ്പ് ഏതാണ്? സെയിൽസ് തന്നെയാണ് വൗച്ചർ ടൈപ്പ് വരുന്നത്. ഫംഗ്ഷൻ കീ നോക്കുക. ഫംഗ്ഷൻ കീ F6 ആണ് കേട്ടോ. F6 ആണ് മക്കളെ. അപ്പൊ ഇതൊന്ന് എഴുതി വെച്ചോ. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഈ പറഞ്ഞ സാധനം പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഐ എം റിപ്പീറ്റിംഗ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ നീഡ് ഓഫ് കോഡിഫിക്കേഷൻ. കോഡിഫിക്കേഷന്റെ നീഡ് എന്താണ്? എൻക്രിപ്ഷൻ ഓഫ് ഡാറ്റയാണോ, അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് നിമോണിക് കോഡ്സ് ആണോ, ഈസി ടു പ്രോസസ് ഡാറ്റയാണോ? നമ്മുടെ 2025 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ എല്ലാവരും വേഗം ആൻസേഴ്സ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. A ആണോ, B ആണോ, C ആണോ, D ആണോ? D ഇല്ല കേട്ടോ. A B C ഏതാണ് ആൻസർ വരുന്നത് എന്നുള്ളത് വേഗം ചാറ്റ് ബോക്സിൽ ഇടാം. യെസ്, നമുക്ക് നോക്കാം ഏതാണ് ആൻസർ വരുന്നത്. ഈസി ടു പ്രോസസ് ഡാറ്റയാണ് കേട്ടോ. എന്താണ്? ഈസി ടു പ്രോസസ് ഡാറ്റ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്.
ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കടാ, ഫൈൻഡ് ദി ഓഡ് വൺ. നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് ഓഡ് വൺ, എന്താണ് റീസൺ എന്നുള്ളത്. ഇഫ് ഉണ്ട്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, സം ഉണ്ട്. ഏതാണ് ഓഡ് വൺ? യെസ്, ആൻസർ വരട്ടെ, വേഗം 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 വേഗം. യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സം ആണ്. കാരണം സം എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സം എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ബാക്കി വരുന്ന ഇഫ്, ആൻഡ്, ഓർ എല്ലാം ഏത് കാറ്റഗറിയിൽ വരും, ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ്, ഇനി ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് വേഗം 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 ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാ. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഫംഗ്ഷൻസ് വിട്ട് കളയരുത്. ഓക്കെ, ഇതാ മാർക്ക് ചെയ്ത് വെച്ചോ, ഫംഗ്ഷൻസ് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അടുത്ത് നോക്കടാ, ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് EMI ഓൺ ലോൺ റീപേയ്മെന്റ്. എഗെയിൻ റിപ്പീറ്റിംഗ്, ലോൺ റീപേയ്മെന്റ് നമ്മൾ പറഞ്ഞതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഈ വേർഡ് തന്നെ മോസ്റ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ലോൺ റീപേയ്മെന്റ് ഇങ്ങനെ ചോദിക്കുകയേ ചെയ്യും എന്ന് പറഞ്ഞു. ഏതാണ്? PMT ആണോ, FE ആണോ, PV ആണോ, NPV ആണോ, ABCD? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ എ PMT ആണ്. ഏതാണ്? PMT ആണ്. ലോൺ റീപേയ്മെന്റ് PMT. ഇപ്പൊ തന്നെ എല്ലാവരും അവിടെ ഇരുന്നൊരു 5 ടൈംസ് പറഞ്ഞിട്ട് പോയേക്കാം. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കോളാ, ഐഡന്റിഫൈ ദ ഗ്രൂപ്പ്സ് അണ്ടർ വിച്ച് ഡിപ്രീസിയേഷൻ ഈസ് ക്രിയേറ്റഡ് ഇൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഡിപ്രീസിയേഷൻ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? വേഗം നമ്മൾ അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരാം. ഡിപ്രീസിയേഷൻ, ട്രേഡിംഗ്, P&L ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എവിടെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണിച്ചിരുന്നത്? P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണോ? നോക്കാം, വേഗം വേഗം വേഗം. യെസ്, എന്താണ് വരുന്നത്? യെസ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലെ. ഏതാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. സോ മക്കളെ പഠിച്ചേക്കാ, വിട്ട് കളയരുത്, സിമ്പിൾ ആണ്. എടാ, അതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, 20 മാർക്ക് ഈസി ആയിട്ട് 1 മാർക്ക് പോലും പോവാതെ ഫുൾ 20 ഔട്ട് ഓഫ് 20 മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് CAS എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് പഠിച്ചു പോവാം. നമ്മുടെ ക്ലാസ് നോട്ട്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഫുൾ മാർക്ക് നഷ്ടമാവില്ല. സോ ആരും വെറുതെ പോകരുത്. യെസ്, അടുത്ത് നോക്കാം, കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഹിന്റ്സ് ഗിവൺ ബിലോ. താഴെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. പർച്ചേസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ സെയിൽസ് എന്താണ്, വേജസ് എന്താണ്, ഡിസ്കൗണ്ട് അലൗഡ് എന്താണ്, റെന്റ് റിസീവ്ഡ് എന്താണ്? വേഗം 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 എല്ലാവരും വേഗം ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാ. സെയിൽസ് അങ്ങനെയാണെങ്കിൽ ഏതാണ്? ഡയറക്റ്റ് ആണോ, ഇൻഡയറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇൻകം ആണോ, അല്ലെങ്കിൽ പേയ്മെന്റ് ആണോ, എക്സ്പെൻസ് ആണോ, എന്താണ്? യെസ്, നോക്കാം, സെയിൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ഇൻകം ആണ് അല്ലെ. സെയിൽസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻകം ആണ്. അങ്ങനെയാണെങ്കിൽ വേജസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ പഠിച്ചതാണ്, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നു, നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആണ് അല്ലെ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെന്റ് റിസീവ്ഡ് ആണെങ്കിൽ, റെന്റ് റിസീവ് ചെയ്യുന്ന റെന്റ് ആണെങ്കിൽ, നമ്മൾ റിസീവ് ചെയ്യുന്ന റെന്റ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സോ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഒരു സാധനം. പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ലെഡ്ജർ അക്കൗണ്ടും അതിന്റെ ഗ്രൂപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും നോക്കിയിട്ടേ പോയേക്കാം. അടുത്ത നോക്കടാ, റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഇതും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ. നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് ഈ പറയുന്ന സിൻടാക്സ് എന്ന്. SLNും PMTയും, SLM ഫംഗ്ഷന്റെയും PMT ഫംഗ്ഷന്റെയും സിൻടാക്സ് നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. SLNന്റെ സിൻടാക്സ് എന്തായിരുന്നു? വേഗം 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 ചാറ്റ് ബോക്സിൽ ഒന്നിട എല്ലാവരും. ഈക്വൽ SLN, സെയിം അത് റിപ്പീറ്റ് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. കോസ്റ്റ് കോമ സാൽവേജ് കോമ കോസ്റ്റ് കോമ സാൽവേജ് കോമ ലൈഫ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. SLNന്റെ സിൻടാക്സ് കിട്ടിയോ? നിങ്ങൾക്ക് ഇപ്പോൾ SLN കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ ടു അടിക്കുക. SLN കോസ്റ്റ് കോമ സാൽവേജ് കോമ ലൈഫ്, ദെൻ ആ കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ SLN വാല്യൂ കിട്ടുന്നതാണ്. ദെൻ PMT എന്താണ്? ഈക്വൽ ടു PMT ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. റേറ്റ് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. കോമ NPER കോമ PV കോമ ദെൻ FE ഉണ്ടെങ്കിൽ FE കൊടുക്കുക. ദെൻ ടൈപ്പ് ബ്രാക്കറ്റ് ക്ലോസ്. ഇതാണ് നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും സിൻടാക്സ് വരുന്നത്. ഇവിടെ നിങ്ങളോട് SLNും PMT ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസിന്റെയും സിൻടാക്സ് നോക്കിയിട്ട് പോയേക്കാം. ഏതാ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ സിൻടാക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യെസ്,
അടുത്ത ദിവസം നോക്കിക്കടാ, നെയിം ദ 4 elements ഓഫ് എ സ്പ്രെഡ്ഷീറ്റ് ഗ്രാഫ് ഓർ ചാർട്ട്. സ്പ്രെഡ്ഷീറ്റ് ഗ്രാഫിലോ ചാർട്ടിലോ ഏതെങ്കിലും ഒരു 4 എലമെന്റ് ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ചാർട്ട് ഏരിയ ഉണ്ട്, പ്ലോട്ട് ഏരിയ ഉണ്ട്, ചാർട്ട് ഫ്ലോർ ഉണ്ട്, ചാർട്ട് ടൈറ്റിൽ ഉണ്ട്, ചാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഡാറ്റ സീരീസ് ഉണ്ട്, ഡാറ്റ പോയിന്റ് ഉണ്ട്, സബ് ടൈറ്റിൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എലമെന്റ്സും കമ്പോണൻസും വരുന്നുണ്ട്. സോ കമ്പോണൻസ് ആണെങ്കിലും എലമെന്റ്സ് ആണെങ്കിലും സെയിം തന്നെയാണ്, പഠിച്ചേക്കാം. യെസ്, അടുത്ത് നോക്കാം. റൈറ്റ് എനി 2 uses ഓഫ് പിവോട്ട് ടേബിൾ. വെരി ഇമ്പോർട്ടൻറ്റ്. പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് പിവോട്ട് ടേബിളിനെ കുറിച്ചും പിവോട്ട് ടേബിളിന്റെ എന്തെങ്കിലും യൂസസോ വാട്ട് യു മീൻ ബൈ പിവോട്ട് ടേബിളോ അതിനെ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് പിവോട്ട് ടേബിളിന്റെ 2 യൂസസ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. എ പിവോട്ട് ടേബിൾ ഈസ് എ വേ ടു പ്രസന്റ് ദ ഇൻഫോർമേഷൻ ഇൻ എ റിപ്പോർട്ട് ഫോർമാറ്റ്. കണ്ടോ, റിപ്പോർട്ട് ഫോർമാറ്റിലെ ഇൻഫോർമേഷൻ പ്രസന്റ് ചെയ്യാനായിട്ട് പിവോട്ട് ടേബിൾ സഹായിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. എ പിവോട്ട് ടേബിൾ റിപ്പോർട്ട് ഓഫ്റ്റൻ പ്രൊവൈഡ്സ് എൻഹാൻസ്ഡ് ലേഔട്ട്, വെരി അട്രാക്റ്റീവ് ആൻഡ് ഫോർമാറ്റഡ് റിപ്പോർട്ട് വിത്തൗട്ട് ഇംപ്രൂവ്ഡ് റീഡബിലിറ്റി. നല്ല രീതിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കൺവേ ആകുന്ന രീതിയിലുള്ള ലേഔട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പിവോട്ട് ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Then next one നോക്കാം. This report is prepared from the spreadsheet once we add the field. കണ്ടോ, this report is prepared from the spreadsheet ൽ നിന്നാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. Then fields with appropriate levels of details, calculations and group the data as per the required informations എന്നുള്ളതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. സോ പിവോട്ട് ടേബിളിന്റെ ഏരിയ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോക്കുക. എന്താണ് പിവോട്ട് ടേബിൾ എന്നും അതിന്റെ യൂസസും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയർ എ ടേബിൾ ടു ഷോ ദ ലെഡ്ജർ, ഗ്രൂപ്പ് ആൻഡ് വൗച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ABCD. എ എന്താണ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നമ്മൾ കഴിഞ്ഞ വർഷം ജേർണൽ എൻട്രി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങളോട് ഒരു ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ ലെഡ്ജർ ഏതൊക്കെയാണ് വരുന്നത്, ഗ്രൂപ്പ് ഏതൊക്കെയാണ് വരുന്നത്, വൗച്ചർ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാം, ഒരു ടേബിൾ വരയ്ക്കാം. വേഗം എല്ലാവരും ടേബിൾ വരയ്ക്കുക. അവിടെ ലെഡ്ജർ, ദെൻ ഗ്രൂപ്പ്. ലെഡ്ജർ എന്നൊരു ഹെഡിങ് കൊടുക്കുക, ഗ്രൂപ്പ് എന്നൊരു ഹെഡിങ് കൊടുക്കുക, വൗച്ചർ എന്ന മറ്റൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് എന്താണ് പറയുന്നത്, എ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh rupees. ദാ ഇവിടെ മാർക്ക് ചെയ്യുക. എ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് മാത്രം എഴുതിയാലും ഓക്കെ ആണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh rupees. ഏതൊക്കെയായിരിക്കും വരുന്ന 2 ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഇവിടെ നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട്സ് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ABC എന്ന് മെൻഷൻ ചെയ്താലും മതി. ഏതൊക്കെയായിരിക്കും സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh rupees എന്ന് പറയുമ്പോൾ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആയിരിക്കും അല്ലേ. ഏതാണ്? ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആണ് വരുന്ന 2 ലെഡ്ജർ അക്കൗണ്ട്സ്. ക്യാഷ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? ക്യാഷ് കറണ്ട് അസറ്റ് ആണ് അല്ലെ, കറണ്ട് അസറ്റ് ആണ്. ക്യാപിറ്റൽ നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുക. വൗച്ചർ റെസീപ്റ്റ് വൗച്ചർ ആണ്. ഏതാണ്? റെസീപ്റ്റ് വൗച്ചറിലാണ് അത് കാണിക്കുന്നത്. Then second one, B. വേഗം ആൻസേഴ്സ് പോരട്ടെ. ബി എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹10,000. 10,000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്ന ലെഡ്ജർ അക്കൗണ്ട്? പർച്ചേസ്ഡ് ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? പർച്ചേസസ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ വരും. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 2 നമ്മൾ എന്താ പഠിക്കുന്നത്? ക്യാഷ് ആണ് അല്ലെ, ക്യാഷ് അക്കൗണ്ട് ആണ്. ദെൻ പർച്ചേസ് ഏത് ഗ്രൂപ്പാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസും ദെൻ ക്യാഷ് കറണ്ട് അസറ്റും ആണ്. സോ ഇത് വരുന്നത് പർച്ചേസ് വൗച്ചറിലാണ് കേട്ടോ. ഏതാണ്? പർച്ചേസ് വൗച്ചറിലാണ് വരുന്നത്. നോട്ട് ചെയ്തേക്കാം. ദെൻ അടുത്തത് മൂന്നാമത്തെ, വേഗം ഒന്ന് തന്നെ ചെയ്ത് എല്ലാവരും വേഗം ഒന്ന് പറഞ്ഞേ. മൂന്നാമത്തെ എന്തായിരിക്കും വരുന്നതെന്ന് നോക്കാം. പെയ്ഡ് സാലറി കൊടുത്തു 3000 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3000 രൂപയ്ക്ക് സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ സാലറി പെയ്ഡ്, സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ദെൻ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സോ നമുക്കറിയാം ഇവിടെ വരുന്ന 2 ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയായിരിക്കും? സാലറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ആണ്. സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റും ആണ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് പേയ്മെന്റ് വൗച്ചർ. അവിടെ പേയ്മെന്റ് ആണ്, എംപ്ലോയീസിന് നമ്മൾ
പേ ചെയ്യാണ്. അപ്പോൾ പേയ്മെന്റ് വൗച്ചറിലാണ് അത് കാണിക്കേണ്ടത്. സോ മക്കളെ വൗച്ചറും ഇമ്പോർട്ടന്റ് ആണ്. ലെഡ്ജർ, ഗ്രൂപ്പ്, വൗച്ചർ, ഫംഗ്ഷൻ കീസ് ഇത്രയും നോക്കിയിട്ടേ പോകാനായിട്ട് പാടുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഫംഗ്ഷൻസ് ആൻഡ് സിൻടാക്സ് യൂസ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് റിസൾട്ട്സ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക്. ലിബർ ഓഫീസ് കാൽക്കില് നിങ്ങൾക്ക് ABC എന്ന് പറഞ്ഞൊരു മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഏത് ഫംഗ്ഷൻ ആയിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നോക്കാം. ഒന്നാമത്തത് കൗണ്ട് ലോജിക്കൽ വാല്യൂസ്, ടെക്സ്റ്റ് ഓർ എറർ വാല്യൂസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലോജിക്കൽ വാല്യൂസ് കൗണ്ട് ചെയ്യുക, ടെക്സ്റ്റ് എറർ വാല്യൂസ് കൗണ്ട് ചെയ്യുക. ദെൻ കറന്റ് ഡേറ്റ് വിത്ത് ടൈം, ദെൻ ജോയിൻ 2 or more ടെക്സ്റ്റ് സ്ട്രിങ്സ്. 2 അതിൽ കൂടുതൽ ടെക്സ്റ്റ് സ്ട്രിങ്സോ ജോയിൻ ചെയ്യുക എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. യെസ്, നമുക്ക് നോക്കാം ആൻസർ. ഫസ്റ്റ് വൺ കൗണ്ട് ദ ലോജിക്കൽ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിലെ സിൻടാക്സ് നോക്കാം. സിൻടാക്സ് ഈക്വൽ ടു കൗണ്ട, COUNTA, കൗണ്ട ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ലോജിക്കൽ വാല്യൂസും ടെക്സ്റ്റും അതേപോലെ തന്നെ എറേഴ്സും കൗണ്ട് ചെയ്യാം. സെക്കൻഡ് വൺ നോക്കാം. B കറന്റ് ഡേറ്റ് വിത്ത് ടൈം ആണ്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ആണ്. ഏതാണ്? ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മൾ നൗ ആണ് ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു നൗ ആണ് കേട്ടോ, നൗ ഫംഗ്ഷൻ ആണ്. ദെൻ ജോയിൻ 2 or more ടെക്സ്റ്റ് സ്ട്രിങ്സ് അല്ലെ, 2 അതിൽ കൂടുതലോ ടെക്സ്റ്റ് വരുന്ന സ്ട്രിങ്സ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകാറ്റിനേറ്റ് ആണ്. ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് ഈക്വൽ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ടെക്സ്റ്റ്, ഏതൊക്കെ ടെക്സ്റ്റ് ആണോ നമുക്ക് വേണ്ടത് അതെല്ലാം സെലക്ട് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും എന്തായിരിക്കും? ജോയിൻ ആയിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിൻടാക്സ്, ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അടുത്ത നോക്കാടാ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി 3 ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും 3 ലിമിറ്റേഷൻസ് മാത്രം. 3 ലിമിറ്റേഷൻസ് മക്കളെ. ഈ ലിമിറ്റേഷൻസും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും രണ്ടും, CASന്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും നോക്കിയിട്ട് തന്നെ പോയേക്കാം. ഒരു പക്ഷേ അഡ്വാൻറ്റേജ് ആണെങ്കിൽ ഒരു പക്ഷേ ലിമിറ്റേഷൻ ആയിരിക്കും വരുന്നത്. സോ രണ്ടും അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചേക്കാം. എന്തൊക്കെയാണ്? faster obsolescence of technology, necessitate investment in shorter period of time എന്നുള്ളത് ഒന്ന്. data may be lost or corrupted. data വേണമെങ്കിൽ നഷ്ടപ്പെട്ടേക്കാം, corrupted ആയേക്കാം due to power intervention. then data are prone to hacking. hacking എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആണ്. then unprogrammed and unspecified reports cannot be generated. unprogrammed ആയിട്ടുള്ള unspecified ആയിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത് മറ്റൊരു പോരായ്മയാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 3 പോട്ടെ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയേക്കാം. കൂട്ടത്തിൽ അഡ്വാൻറ്റേജസും കൂടി പഠിച്ചിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. യെസ്, അടുത്ത് നോക്കടാ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഒബ്ജക്ട്സ് ഇൻ ലിബർ ഓഫീസ് ബേസ്. ലിബർ ഓഫീസ് ബേസിലെ ഏതെങ്കിലും 3 ഒബ്ജക്റ്റീവ്സ് മാത്രമാണ് നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. യെസ്, നോക്കാം. ഒന്നാമത്തത് ടേബിൾസ് ആണ് അല്ലെ. ടേബിൾസ് വരുന്നുണ്ട്. ടേബിൾസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടേബിൾ അലൗസ് എ ഡാറ്റാബേസ് ഡിസൈനർ ടു ക്രിയേറ്റ് ദ ഡാറ്റ ടേബിൾസ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഫീൽഡ് നെയിംസ്, ദെൻ ഡാറ്റ ടൈപ്പ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ കോറീസ് നോക്കാം. ദിസ് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് filtered data and information from the table and to include the computation fields. അതിനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? queries ഉപയോഗിക്കുന്നത്. then purpose of forms എന്താണ്? it allows the front end user for entering the data to a database file. it also facilitates displaying, updating and deleting the data. very important. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, which is used to facilitate the displaying, updating and deleting of the data. ഏതാണ്? ഫോംസ് ആണ് വരുന്നത് കേട്ടോ. ഏതാണ്? ഫോംസ് ആണ് വരുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അവിടെ നോക്കാം. റിപ്പോർട്ട്സ് ആണ്. ദിസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ വേരിയസ് റിപ്പോർട്ട്സ്. പല റിപ്പോർട്ട്സ് റിലേറ്റഡ് ടു ഡാറ്റ ഫ്രം ടേബിൾസ് ആൻഡ് ക്വയറീസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രസന്റ് ദ സെലക്ടഡ് സെറ്റ് ഓഫ് കണ്ടന്റ്സ് ഇൻ എ ഫോർമാറ്റ്. സെലക്ടഡ് സെറ്റ് ഓഫ് കണ്ടന്റ്സ് ഇൻ എ ഫോർമാറ്റ് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ റിപ്പോർട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 പോയിന്റ് എഴുതാനാണ്. നമ്മൾ ഓൾമോസ്റ്റ് 4 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നന്നായിട്ട് പഠിക്കാം. എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ ഒരെണ്ണമായിട്ടായി ചിലപ്പോൾ ചോദിച്ചേക്കാം. സോ എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്ത് നോക്കിക്കേടാ. കൗണ്ട് 45, 24, AB, 55, 72, AB. ദെൻ ഇത് കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്ന റിസൾട്ട്? എന്തായിരിക്കും?
യെസ്, നമ്മുടെ 2024 ഡിസംബർ CA എക്സാമിനേഷൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആൻസർ വരുന്നത് 4 ആണ് അല്ലേ, നമുക്കറിയാം. യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് 4 ആണ് കേട്ടോ. അടുത്ത നോക്കിയേ, എ ചാർട്ട് ജനറലി യൂസ് ടു ഷോ ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ്, വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റിംഗ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ താഴെ കാണുന്നതിൽ ഏത് ചാർട്ടാണ്? ഏരിയ ആണോ, സ്കാറ്റർ ആണോ, ഡോണോട്ട് ആണോ, റാഡർ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? സ്കാറ്റർ ആണ് അല്ലേ. ഓപ്ഷൻ ബി സ്കാറ്റർ ചാർട്ട് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത് നോക്കാം, ഐഡന്റിഫൈ ദ ഗ്രൂപ്പ്. എഗെയിൻ റിപ്പീറ്റിംഗ്, മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് അണ്ടർ വിച്ച് ദ ഫോളോയിങ് ലെഡ്ജേഴ്സ് ആർ ടു ബി ക്രിയേറ്റഡ്. താഴെ ABCD എന്ന് പറഞ്ഞ് 4 എണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് എന്നാണ് ചോദിക്കുന്നത്. ഏത് ഗ്രൂപ്പിലാണ് ഈ പറയുന്ന ലെഡ്ജേഴ്സ് വരുന്നത്? വേഗം വേഗം ആൻസേഴ്സ് ഒക്കെ ഒന്ന് പറയാം. ഡ്രോയിങ്സ് ഏതിലാണ്? സെയിൽസ് റിട്ടേൺസ് ഏതിലാണ്? ഡിപ്രീസിയേഷൻ ഏതിലാണ്? പ്രിലിമിനറി എക്സ്പെൻസ് ഏതിലാണ്? വേഗം ആയിക്കോട്ടെ, വേഗം വരട്ടെ ആൻസേഴ്സ്. യെസ്, പോരട്ടെ എല്ലാവരുടെ ആൻസേഴ്സ് വേഗം. യെസ്, നമുക്ക് നോക്കാം. ഡ്രോയിങ്സ് വരുന്നത് ക്യാപിറ്റൽ, സെയിൽസ് റിട്ടേൺസ് വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രിലിമിനറി എക്സ്പെൻസസ് വരുന്നത് മിസലേനിയസ് എക്സ്പെൻസ് ആണ്. ഇതിൽ മിസലേനിയസ് എക്സ്പെൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കാം. പക്ഷേ ഈ വരുന്ന പ്രിലിമിനറി എക്സ്പെൻസ് വരുന്നത് മിസലേനിയസിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയേക്കാം കേട്ടോ. അടുത്ത് നോക്കടാ, റൈറ്റ് ദ പാത്ത് ഇൻ ജിനു കാർട്ട. ജിനു കാർട്ടയിലെ ഈ പറയുന്ന 2 സ്റ്റെപ്പിന്റെയും അല്ലെങ്കിൽ 2ന്റെയും പാത്ത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, യു ഹാവ് ടു ഡിസ്പ്ലേ ദ ട്രയൽ ബാലൻസ്. ആദ്യം നിങ്ങൾ ട്രയൽ ബാലൻസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. രണ്ടാമത്തത് ടു ഡിലീറ്റ് ദ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഡിലീറ്റ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേഗം 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 ആൻസേഴ്സ് ഒന്ന് വരട്ടെ. ഓൾറെഡി നിങ്ങൾ ഇത് ലാബിൽ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. യെസ്, വേഗം. ഫസ്റ്റ് വൺ നോക്കാം, ടു ഡിസ്പ്ലേ ദ ട്രയൽ ബാലൻസ്. റിപ്പോർട്ട് എടുക്കുക, അതിൽ ട്രയൽ ബാലൻസ് എടുക്കുക, സെറ്റ് ദ ഡേറ്റ്, ദെൻ വ്യൂ എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ടു ഡിലീറ്റ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സ് ഡിലീറ്റ് ചെയ്യാനായിട്ട് എന്താ വേണ്ടത്? മാസ്റ്ററിലെ എഡിറ്റ് അക്കൗണ്ട്സ് എടുക്കുക, സെലക്ട് ലെഡ്ജർ. ഏത് ലെഡ്ജർ ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ ലെഡ്ജർ സെലക്ട് ചെയ്യുക, ദെൻ ക്ലിക്ക് ദ ഓപ്ഷൻ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ ഓരോന്നിൻ്റെയും പാത്ത്, നേരത്തെ നമ്മൾ ചാർട്ടിലും പാത്ത് ചോദിച്ചു. അപ്പോൾ പാത്ത് വരുന്ന കേസുകളെല്ലാം ഉറപ്പായിട്ടും ഒരു പാത്ത് എന്തായാലും എക്സാമിന് ചോദിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് 100% ഷുവർ ആണ് പാത്ത് ചോദിച്ചിരിക്കും. സോ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നോക്കടാ, എക്സ്പ്ലെയിൻ എനി 2 എലമെന്റ്സ് ഓഫ് ചാർട്ട് ഓർ ഗ്രാഫ്. ചാർട്ടിന്റെയോ ഗ്രാഫിന്റെയോ ഏതെങ്കിലും 2 എലമെന്റ്സ് താഴെ പറയുന്നതിൽ, ഇവിടെ ടാറ്റ ലേബിൾ തന്നിട്ടുണ്ട്, ടൈറ്റിൽ ഉണ്ട്, ലെജൻഡ് ഉണ്ട്. ഈ 3 എണ്ണത്തിലെ ഏതെങ്കിലും 2 എണ്ണം മാത്രമേ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വേഗം വേഗം നമുക്ക് നോക്കാം. ഡാറ്റ ലേബൽ എന്താണ്? ദ വാല്യൂ ഓഫ് ദ ഡാറ്റ സീരീസ് പ്ലോട്ടഡ് ഇൻ എ ചാർട്ട്. വാല്യൂ ഓഫ് ദ ഡാറ്റ സീരീസ് പ്ലോട്ടഡ് ഇൻ എ ചാർട്ട്. ചാർട്ട് ടൈറ്റിൽ എന്താണ്? ദ ടൈറ്റിൽ ഗിവൺ ടു ദ വോൾ ചാർട്ട്. വോൾ ചാർട്ടിന് കൊടുക്കുന്ന, എൻറ്റയർ ചാർട്ടിന് കൊടുക്കുന്ന ടൈറ്റിൽ ആണ്. ലെജൻഡ് എന്താണ്? ഇറ്റ്സ് ആൻ ഐഡന്റിഫയർ, വെരി ഇമ്പോർട്ടൻറ്റ്, ഐഡന്റിഫയർ ഓഫ് എ പീസ് ഓഫ് ഇൻഫോർമേഷൻ ഷോൺ ഇൻ ദ ചാർട്ട്. പീസ് ഓഫ് ഇൻഫോർമേഷൻ ഷോൺ ഇൻ ദ ചാർട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലെജൻഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നോക്കാം മക്കളെ, റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ഡോണോട്ട് ചാർട്ട് ആൻഡ് എക്സ്പ്ലോർഡ് പൈ ചാർട്ട്. ഈ ചാർട്ടിലെ ഏതെങ്കിലും, നിങ്ങളിപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ചാർട്ട് പഠിച്ചിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും ലാബിൽ. ഇതിൽ ഏതെങ്കിലും 2 ടൈപ്പ് ഓഫ് ചാർട്ട് അല്ലെങ്കിൽ 2ഓ 3ഓ എക്സാമിന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. സോ ടൈപ്സ് ഓഫ് ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ഡോണോട്ട് ചാർട്ട്? ഈസ് എ ടൈപ്പ് ഓഫ് പൈ ചാർട്ട് that represents the data as a proportion of whole. കണ്ടോ, ഒരു പ്രൊപ്പോർഷൻ ആയിട്ട് കാണിക്കുന്ന ടൈപ്പ് ഓഫ് പൈ ചാർട്ട് ആണ് ഡോണോട്ട് ചാർട്ട് വരുന്നത്. ഇറ്റ് ഡിസ്പ്ലേസ് ദ ഡാറ്റാസ് ഇൻ റിംഗ്സ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈച്ച് റിംഗ് റെപ്രസെന്റ്സ് എ ഡാറ്റ സീരീസ്. ഓരോ റിംഗും എന്താണ്? ഡാറ്റ സീരീസ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്പ്ലോർഡ് പൈ ചാർട്ട് മീൻസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പൈ ചാർട്ട്. ഇറ്റ്സ് ഓൾസോ എ കൈൻഡ് ഓഫ് പൈ ചാർട്ട് അല്ലെ. ഇതും പൈ ചാർട്ടിന്റെ ഒരു കൈൻഡ് തന്നെയാണ്. ഇൻ വിച്ച് 1 or several slices were separated from the others. 1 or several, കണ്ടോ, ഒന്നോ അതിൽ കൂടുതലോ സ്ലൈസ് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. യെസ്, അടുത്ത് നോക്കിക്കടാ, സ്റ്റേറ്റ് ദ റീസൺസ് ഫോർ ദ എറേഴ്സ് ഗിവൺ ബിലോ. നമ്മൾ ക്ലാസ് എടുത്ത ടൈമിൽ കുറച്ചധികം ടൈപ്സ് ഓഫ് എറേഴ്സും അതിന്റെ റീസൺസും നമ്മൾ പഠിച്ചതാണ്. മക്കളെ, എറേഴ്സ് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്.
സോ എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എറേഴ്സ് പഠിച്ചിട്ടേ പോകാനായിട്ട് പാടുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നന്നായിട്ട് നോക്കിയിട്ട് പോവാ. എന്താണ് ഹാഷ് നെയിം എറർ എന്ന് നോക്കാം. ദിസ് എറർ occurs when LibreOffice Calc does not recognize the text in a formula. കണ്ടോ, ഒരു ടെക്സ്റ്റ് നമ്മളൊരു ഫോർമുല ഒരു ടെക്സ്റ്റിൽ അടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഫോർമുല കൊടുത്തു, ആ ഫോർമുല ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇനി പക്ഷെ അതിൽ മിസ് സ്പെൽഡ് ആയിട്ടോ forgot to close the double quotes ക്ലോസ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയതോ എന്തോ ആയിക്കോട്ടെ, റീഡ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എന്ത് വരും? ഹാഷ് നെയിം എറർ വരും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ലാബിൽ ഇരുന്ന് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ തുടക്കത്തിലൊക്കെ ഈ എറേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. Then hash 3 errors എന്താണ്? This error occurs when a numerical value entered in a column is not enough to display the contents. കണ്ടോ, ഒരു കോളത്തിൽ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ എൻ്റർ ചെയ്തു, പക്ഷേ ആ കോളം നോട്ട് ഇനഫ് ടു ഡിസ്പ്ലേ ദ കണ്ടന്റ്, ആ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള അത്രയും സ്പേസോ ഇനഫ് ആയിട്ട് ആ കോളം വരുന്നില്ല എങ്കിൽ ഇറ്റ് ഹാപ്പൻസ് വെൻ ദ കോളംസ് ആർ ടു നാരോ. കണ്ടോ, കോളംസിന്റെ സൈസ് തീരെ ചെറുതാണ് എങ്കിലാണ് ദ ഹാഷ് എറർ വരുന്നത്. സോ ഇതും നോട്ട് ചെയ്തേക്കാം. നമുക്ക് കുറച്ചധികം എറേഴ്സ് വരുന്നുണ്ട്, 3-4 കൂടി വരുന്നുണ്ട്. സോ അതും കൂടി പഠിച്ചിട്ട് പോവാ, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേടാ, ഡിസ്ക്രൈബ് ദ സെക്യൂരിറ്റി ഫീച്ചർ ഓഫ് CAS. നമ്മൾ തുടക്കത്തിൽ ഡാറ്റ വോൾട്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്, ചോദിക്കുന്നതാണ്. നമുക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തത് പാസ്വേഡ് സെക്യൂരിറ്റി ആണ്. നോക്കാം, പാസ്വേഡ് സെക്യൂരിറ്റി. ഇറ്റ് ഈസ് സീക്രട്ട് കീവേഡ് യൂസ്ഡ് by an authorized person to get the access to the computer, files or program. കമ്പ്യൂട്ടറിലോട്ടോ ഫയലിലോട്ടോ പ്രോഗ്രാമിലോട്ടോ ആക്സസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സീക്രട്ട് കീവേഡ് ആണ് പാസ്വേഡ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും സിസ്റ്റംസ് നമ്മൾ പാസ്വേഡ്സ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. Then data audit നോക്കുക. This feature of CAS helps to fix the responsibility upon a person. Helps to fix the responsibility. ഓരോ പേഴ്സൺസിനും അവർ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫീച്ചർ ആണ് ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്. Who have used to computer in a defined period and track the changes that have been made during this time. ഒരു പർട്ടിക്കുലർ പീരീഡ് അത് ഉപയോഗിക്കാനും അതിൽ വരുത്തിയ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാനും ഈ പറയുന്ന ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ഫീച്ചർ സഹായിക്കുമെന്നുള്ള നോട്ട് ചെയ്തേക്കാം. ദെൻ ഡാറ്റ വോൾട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫോർമേഷൻ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷന്റെ കോൺഫിഡൻഷ്യാലിറ്റി എല്ലാവരിലേക്കും എത്താതെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ തുടരാനായിട്ട് സഹായിക്കുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണ് ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പാസ്വേഡ് സെക്യൂരിറ്റി പറഞ്ഞു, ദെൻ ഡാറ്റ ഓഡിറ്റ് പറഞ്ഞു, ഡാറ്റ വോൾട്ട് പറഞ്ഞു. വൺസ് അഗെയിൻ റിപ്പീറ്റ്, പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട് ആണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ അടുത്ത് നോക്കാടാ, ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ജിനു കാർട്ട. ജിനു കാർട്ടയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഒന്നാമത്തെ ഫീച്ചർ വരുന്നത്. ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഡബിൾ എൻട്രി സിസ്റ്റത്തെയാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ആൻഡ് ഫൈനലി ബാലൻസ് ഷീറ്റ്സ് തുടങ്ങിയ എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും നമുക്ക് ജിനു കാർട്ട ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ. സോ ഇറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ലൈക്ക് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ്. വൺസ് അഗെയിൻ റിപ്പീറ്റ്, ഏതൊക്കെയാണ്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ ആണ്, ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. പൂർണ്ണമായിട്ടും ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടി. ദെൻ നോക്കാം, പാസ്വേഡ് സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ ഓഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡഡ്. ഇവിടെ നമുക്ക് പാസ്വേഡ് സെക്യൂരിറ്റീസും ഡാറ്റ ഓഡിറ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓഫ് ഡാറ്റ ഈസ് പോസിബിൾ ഇൻ സ്പ്രെഡ്ഷീറ്റ്. കണ്ടോ, സോഴ്സ് ഡോക്യുമെന്റ്സ് ക്യാൻ ബി അറ്റാച്ച്ഡ്. സോഴ്സ് ഡോക്യുമെന്റ്സ് നമുക്ക് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാനായിട്ടും സാധിക്കും. കണ്ടോ, 6 ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളോട് മോസ്റ്റ്ലി ഏറ്റവും മാക്സിമം ഒരു 3-4 മാർക്കിന്റെ വരുള്ളൂ. അപ്പോഴാണെങ്കിലും നിങ്ങൾ ഒരു 5-6 എണ്ണം പഠിച്ചു വെച്ചേക്കാം. യെസ്, അപ്പൊ അത്രയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കാം. യെസ്, നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. From the given details, write the formula for the
calculations using താഴെ തന്നിരിക്കുന്നത് നോക്കാം സെൽ A1 B1 C1 D1 E1 നിങ്ങൾ സ്പ്രെഡ്ഷീറ്റിൽ ഈ ലാബിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് സെല്ലുകൾ A1 B1 C1 അതേപോലെ തന്നെ ABCD എന്നൊക്കെ പേര് കാര്യങ്ങൾ നമ്പറൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം DA ഇൻ സെൽ 2. സെൽ 2ല് DA ആണ് അല്ലേ? എത്രയാണ്? ബേസിക് പേയുടെ 20% DA പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത് നോക്കാം HRAN D2 എന്താ പറഞ്ഞിരിക്കുന്നത്? HRA ഫൈൻഡ് ഔട്ട് ചെയ്യാം. യെസ്. അടുത്ത് നോക്കാം ഗ്രോസ് പേ ഇൻ സെൽ F2. F2ല് ഗ്രോസ് പേ. അപ്പോൾ സെൽ 1 ആണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് സെൽ 2 D2 E2 എന്നുള്ള അടുത്ത സെല്ലുകളിലേക്ക് 1ന്റെ കേസ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2ലേക്ക് നമുക്കത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം 1ൽ ഓൾറെഡി നമ്മൾ ഇക്വേഷൻസ് ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെൽ 2ല് എങ്ങനെ നമുക്ക് DA ഡിസ്പ്ലേ ചെയ്യാം നോക്കാം. ഈക്വൽ ടു B1 എന്താണ്? ബേസിക് പേ ആണല്ലേ? ഈ B1ലെ ബേസിക് പേനെ 20% കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെൽ 2ല് ആ വ്യക്തിയുടെ ബേസിക് പേയുടെ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ DA എത്രയാണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാനും ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിക്കും. HRA ആണെങ്കിൽ നോക്കാം ഈക്വൽ ടു B1 ഇൻറ്റു 10%. HRA പ്രൊവൈഡ് ചെയ്യുന്ന 10% അത് കൊടുക്കുക കേട്ടോ. അടുത്ത് നോക്കാം ഗ്രോസ് പേ വരുന്നത് E2ലാണ്. ഗ്രോസ് പേ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലേ? നോക്കാം ബേസിക് പേ ഉണ്ട്, DA ഉണ്ട്, HRA ഉണ്ട്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുള്ളൂ? ഗ്രോസ് പേ കിട്ടുള്ളൂ. സോ B1 മുതൽ D1 വരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോക്കിക്കേ, ഇവിടെ ഒരു കോളൻ ഉപയോഗിച്ചിട്ട് ഈക്വൽ ടു സം കൊടുത്ത് B1 മുതൽ D1 വരെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ കോളത്തിൽ ആൻസർ വരും. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്കേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര പേഴ്സൺസ് ഉണ്ടോ ഇവരുടെ എല്ലാവരുടെയും എല്ലാ ഡീറ്റെയിൽസും ഈ പറഞ്ഞിരിക്കുന്ന DA, HRA, ഗ്രോസ് പേ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ മക്കളെ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്. അടുത്ത് നോക്കടാ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആൻഡ് ഗീവ് ഇറ്റ് സിൻടാക്സ്. ഓക്കെ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഫംഗ്ഷൻസും അതിന്റെ സിൻടാക്സും. എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ഫംഗ്ഷൻസും അതിന്റെ സിൻടാക്സും അല്ലേ? റേറ്റ്, കോൺകാറ്റിനി, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോൺകാറ്റിനി എന്ന് പറയുന്നത്. അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ്. NPV എന്നാണ്, നെറ്റ് പ്രസന്റ് വാല്യൂ. നമുക്ക് നോക്കാം റേറ്റിന്റെ സിൻടാക്സ് വരുന്ന നോക്കാം. എന്തിനാണ് റേറ്റ് ഫംഗ്ഷൻ ഈസ് ഉപയോഗിക്കുന്നത്? ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിലെ റേറ്റ് ഓഫ് റിട്ടേൺ ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഫംഗ്ഷൻ സഹായിക്കുന്നു. ഈക്വൽ ടു റേറ്റ് ഇൻറ്റു NPR, PMT, PV, FE ടൈപ്പ്. ഇങ്ങനെ കൃത്യമായിട്ട് അതിന്റെ സിൻടാക്സ് കൊടുക്കാം. കോൺകാറ്റിനേറ്റ് നമ്മൾ പറഞ്ഞു, ഇൻ ഓർഡർ ടു കമ്പൈൻ ദ സെവറൽ ടെക്സ്റ്റഡ് സ്ട്രിങ്സ് ഓഫ് ഡിഫറെന്റ് സെൽസ് അല്ലെ? ഒരു സ്ട്രിങ്ങിലേക്ക്, ഒറ്റൊരു സ്ട്രിങ്ങിലേക്ക് ഒരു 3-4 എണ്ണം ഒരുമിച്ച് കമ്പൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോൺകാറ്റിനേറ്റ് ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു ടെക്സ്റ്റ് 1 കോൺകാറ്റിനേറ്റ് ടെക്സ്റ്റ് 1 ടെക്സ്റ്റ് 2 എന്നുള്ള രീതിയിൽ കോളംസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. NPV എന്തിനാണ് ഉപയോഗിക്കുന്നത്? NPV function returns the present value of a series of periodic cash inflows at a discount rate ആണ്. എന്താണ് അതിന്റെ സിൻടാക്സ് വരുന്നത്? ഈക്വൽ ടു NPV ഇൻറ്റു റേറ്റ്, വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എത്രയാണോ വാല്യൂസ് കൊടുക്കണ്ടേ അത്രയും വാല്യൂസ് കൊടുക്കുക. അവിടെ വെച്ചത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത്രയാണ് നോക്കിക്കേ നമുക്ക് ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടി നോട്ട് ചെയ്തേക്കുക, 5th മുതൽ +2 വരെയുള്ള നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേഗം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. മോസ്റ്റ് ഹൈലൈറ്റഡ് നമ്മുടെ ഫൈനൽ എക്സാം റിവിഷൻ January 1st വീക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ വേഗം ജോയിൻ ചെയ്യുക. അടിപൊളി ആയിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ അപ്പോൾ അടുത്ത ദിവസം അക്കൗണ്ടൻസി എക്സാം എഴുതാൻ പോകുന്ന, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടൻസി എഴുതാൻ പോകുന്ന എല്ലാവർക്കും എ വെരി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ബൈ.